അപ്പൊ മൂന്നാമത്തെ 100% കള്ളം എഴുതിയ കേസ് വരെയാണ് എനിക്ക്. കേസ് ഇതാണ്, ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്തുള്ള കേസ്. ഇവർ എഴുതി കൊടുത്തിരിക്കുന്നത് 2 പ്രാവശ്യം ഇവരോട് ഊക്കാൻ ചോദിക്കുകയും അതുകൂടാണ്ട് 3ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ വീണ്ടും ഊക്കാൻ ചോദിച്ചു എന്നാണ്, ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് കേസ്. ഈ പോലീസുകാർ പൊട്ടന്മാരായതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രാവശ്യം ഊക്കാൻ ചോദിച്ച ആളെ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചു വരുന്നുള്ള ആ ചോദ്യം അവിടെ പോലീസുകാർ ചോദിച്ചില്ല. 2ാമത്തെ പ്രാവശ്യം ഊക്കാൻ ചോദിച്ചു എന്ന് പറയുന്നു, അതും പോലീസുകാർ ചോദിച്ചില്ല. 3ാമത്തെ പ്രാവശ്യം ബലാത്സംഗമാണ് ഇവർ എഴുതി കൊടുത്തേക്കണത്. അങ്ങനെ കള്ളക്കേസ് ഇവർ എഴുതി കൊടുത്തു. അപ്പൊ 100% കള്ളാണ് എഴുതിയേക്കണേ. ഈ കേസ് വരികയും പോലീസുകാർ നോട്ടീസും തരാതെ കേസ് എന്താന്ന് പറയാതെ എന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി ആലുവ സബ് ജയിലിലേക്ക് കൊണ്ടുവന്നിട്ടു. 12 ദിവസം അവിടെ കിടന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ, CDR എടുക്കണം. അതേപോലെ CCTV ദൃശ്യങ്ങൾ എവിടത്തെങ്കിലും അന്നത്തെ ഡേറ്റിൽ ഞാൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള CCTV ദൃശ്യങ്ങളും CDR വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ പന്ന പോലീസ് പരിശോധിക്കുന്നത് എൻ്റെ മൊബൈൽ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്, എൻ്റെ CCTV ദൃശ്യങ്ങൾ കിട്ടുമെന്നുള്ളത്. അപ്പോഴാണ് ഈ ബുദ്ധിയില്ലാത്ത ഈ ജനങ്ങൾ പറഞ്ഞു പൊക്കി വെച്ചേക്കാണ്, പോലീസുകാരെന്നെ പറഞ്ഞു പൊക്കി വെച്ചേക്കാണ് കേരള പോലീസ് എന്തോ വലിയ സംഭവമാണെന്ന്. വെറുതെയാണ്, ചുമ്മാ പൊക്കിവിടൽ മാത്രമേ ഉള്ളൂ, ഒരു വിവരവുമില്ല. അത് ഞാൻ പറഞ്ഞതനുസരിച്ച് ഇവരെൻ്റെ ഫോണിന്റെ ലൊക്കേഷനും എൻ്റെ കോൾ ഡീറ്റെയിലും CC ക്യാമറകളും പരിശോധിച്ചു. ഈ ഡേറ്റിൽ ഇവർ പറയുന്ന 20/8/2024 ഇവരെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആ ഡേറ്റിൽ ഞാൻ ഇവരുടെ വീട്ടിലും വന്നിട്ടില്ല. ആ ഡേറ്റിൽ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു എന്നുള്ളത് പോലീസിന് മനസ്സിലായി. എൻ്റെ ഫോൺ അവിടെ ഉണ്ടായിരുന്നു. ആ ഫോണിൽ നിന്ന് തന്നെ ഞാൻ പലവരെയും വിളിക്കുകയും എൻ്റെ ഫോണിലേക്ക് തന്നെ ഈ കേസ് കൊടുത്ത ആ തള്ളച്ചി തന്നെ 4200 ചില്ലാൻ സെക്കൻഡ് ഈ 20/8 എന്ന് പറഞ്ഞ ഡേറ്റില് 20/8/2024 എന്ന് പറഞ്ഞ ഡേറ്റില് എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക്, ഇവരുടെ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തേക്കുന്നത് ഇവരുടെ ഭർത്താവിന്റെ ഫോണിൽ നിന്നാണ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചേക്കുന്നത്. അത് ഇവരുടെ ഓർമ്മയിൽ ഉണ്ടായില്ല. CDR എടുത്തു കഴിഞ്ഞപ്പോൾ ഇവരുടെ കഥയിൽ തന്നെ 20/8/2024 ഞാൻ ഇവരെ ബലമായിട്ട് പിടിച്ച് ഊക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസ് വന്നേക്കണത്. അന്ന് അവിടെ ചെന്നിട്ടില്ല എന്നുള്ളത് തെളിഞ്ഞു. അപ്പൊ ഈ 20/8/2024 തന്നെയാണ് ഇവരുടെ ഭർത്താവിന്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് ഇവരുടെ മകളുടെ വഴിവിട്ട ജീവിതങ്ങളെ കുറിച്ച് പറയാനായിട്ട് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ, അതായത് ആലുവയിൽ എൻ്റെ വീട്ടിലിരുന്ന് ഇവരുടെ ഫോൺ കോളായിരുന്നു സംസാരിച്ചിട്ടുണ്ട് 2200 ചില സെക്കൻഡ്. അത് സ്പെഷ്യൽ ബ്രാഞ്ച് SI ആയ പ്രശാന്ത് നായർ എന്ന് പറയുന്ന ആള് എൻ്റെ CDR എടുത്ത് പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, അയാൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതേപോലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അന്വേഷിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഈ കേസും കള്ളക്കേസാന്നുള്ളത്. അപ്പോൾ എൻ്റെ പേരിൽ 3 കള്ളക്കേസാണ് വന്നേക്കണേ, 100% കള്ളക്കേസ് മാത്രം. അപ്പൊ പ്രതികളാക്കുന്നത് പോലീസുകാരാണ്. ആ പ്രതികൾ പോലീസുകാരാക്കി എന്നും പറഞ്ഞ് നമ്മൾ കുറ്റക്കാരാവുന്നില്ല. കോടതിയിലെത്തി അവിടെ കേസ് തെളിഞ്ഞാൽ മാത്രമാണ് കുറ്റക്കാരാവുന്നത്. അതേപോലെ തന്നെ എൻ്റെ കേസ്, 3ാമത്തെ കേസ് ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതിയിൽ പോലീസുകാർ കള്ളം പറഞ്ഞിരിക്കുന്നത് ഈ സംഭവ സ്ഥലത്തിന്റെ അടുത്ത് അവിടെ പരിസരങ്ങളിലൊന്നും CC ക്യാമറ ഇല്ല എന്നുള്ളത്. അങ്ങനെയാണ് പോലീസ് കള്ളം പറഞ്ഞേക്കണേ. മറുവാ തുറന്ന കള്ളാണ് പറയുള്ളൂ. അപ്പൊ ഇനി ഞാൻ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ആ കേസ് വരുന്നുണ്ട്. ആ കേസ് അവിടെ തീർക്കുന്നുള്ളൂ. കാരണം ഹൈക്കോടതിയിൽ നമുക്ക് കേസ് തള്ളിക്കാം. കാരണം എൻ്റെ പേരിൽ തെളിവുകളില്ല, ഞാൻ സംഭവ സ്ഥലത്തില്ല, എൻ്റെ ലൊക്കേഷൻ കാണിക്കുന്ന ആലുവയിലാന്നുള്ളത് ഈ പോലീസ് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് സർക്കാർ അഡ്വക്കേറ്റിനെ ഹൈക്കോടതിയിൽ പറയിച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഓർഡറിൽ അതുണ്ട്, സംഭവ സ്ഥലത്ത് ഞാനില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ അന്നത്തെ ദിവസം ആലുവയിലും ഈ സ്ത്രീ ഇവരുടെ വീട്ടിലുമാണ് ഉള്ളത്. ഇവർ പുറത്തു പോയിട്ടുമില്ല, ഞാൻ ഇവരുടെ വീട്ടിൽ വന്നിട്ടില്ല. എന്ന് എൻ്റെ പേരിൽ ബലാത്സംഗ കേസ് വന്നിട്ടുണ്ട്. എനിക്കിനി ഈ 3ാമത് ഈ കേരള പോലീസ് വെച്ചെന്ന കള്ളക്കേസ്, ഈ കള്ളക്കേസ് ഇനി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വപ്പിക്കണമെങ്കിൽ ഈ കോടതി ചെന്നത് പറഞ്ഞ് ഇനി പ്രൈവറ്റ് കേസ് കൊടുത്തിട്ടേക്കാണ് ഇനി ഇവർ കോടതിയിലേക്ക് കേസ് വെക്കുന്നത്. കാരണം ഇത് കള്ളക്കേസാന്നുള്ളത് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഇവർക്ക് വന്നാലും പിടിച്ചു വെക്കാൻ സാധിക്കില്ല. കാരണം ഇവർക്ക് ഇവരുടെ അയൽവാസികളുടെ മൊഴിയില്ല, ഞാൻ സംഭവ സ്ഥലത്തുണ്ടെന്നുള്ള CCTV ദൃശ്യങ്ങളില്ല, എൻ്റെ CDR പ്രകാരം ഞാൻ ആ ലൊക്കേഷൻ ഇല്ലതാനും. എൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് ആലുവയിലാണ്. അതുകൊണ്ട് തന്നെ ഈ 3ാമത്തെ കേസും നിലനിൽക്കില്ല. അപ്പൊ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പോലീസുകാർ ഒരാളുടെ പേരിൽ 20 25 കേസുകൾ പ്രതിയാക്കി എടുത്താൽ തന്നെയും അയാൾ പ്രതിയല്ല. കാരണം എൻ്റെ കേസുകൾ തന്നെ നിങ്ങൾ നോക്കുക, 3 കള്ളക്കേസിലും 100% കള്ളങ്ങൾ മാത്രം. പോലീസുകാരെ വിശ്വസിക്കാമോ അല്ലെങ്കിൽ പോലീസിന്റെ FIR വിശ്വസിക്കാമോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. പോലീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്,
അവരുടെ FIR 70%, 80%, അതല്ലെങ്കിൽ 100% കള്ളായിരിക്കും. സത്യസന്ധമായിട്ട് എഴുതുന്ന FIR കോടതിയിൽ ജയിക്കും. കള്ളം എഴുതുന്ന ഒരു FIR-ഉം കോടതിയിൽ ജയിക്കില്ല. അതുകൊണ്ടാണ് 25 കേസിലെയും 30 കേസിലെയും 40 കേസിൽ പെട്ട പ്രതികളൊക്കെ കോടതിയിൽ കേസെത്തിക്കുമ്പോൾ ശിക്ഷിക്കപ്പെടാതെ ഇറങ്ങിപ്പോരുന്നത്. കാരണം കള്ളക്കേസല്ലേ, തെളിവില്ലല്ലോ, തെളിവുകൾ കൊടുക്കണം. ഈ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് വലിയ വീരാതടിക്കും പോലെ അല്ല കോടതി ചെന്ന് കേസ് തെളിയിക്കുക എന്നുള്ളത്. അത് ഈ പന്ന ഓഫീസർമാർ മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഓഫീസറായിട്ട് കയറിയാൽ ഇവനൊന്നും അധികം കോടതി കയറിയിട്ടില്ലല്ലോ. കോടതി എന്താന്നുള്ളത് ഇവന്മാർ കയറിയല്ലേ മനസ്സിലാക്കാൻ പോകുന്നത്. എൻ്റെ 3ാമത്തെ കേസിലും ഇവന്മാരെ ഞാൻ കോടതിയിൽ കറക്റ്റായിട്ട് കയറ്റുന്നതായിരിക്കും. എൻ്റെ 3ാമത്തെ കേസും കള്ളക്കേസാന്നുള്ള ഹൈക്കോടതിയിൽ തെളിയിച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ പേരിൽ ഒരു തെളിവില്ലാത്തതുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ വെച്ച് തന്നെ കേസ് തെളിയിക്കാൻ സാധിക്കും. ഞാൻ ചെയ്യുന്നില്ല. കാരണം മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസ് വിസ്തരിച്ച് ഈ പോലീസുകാരെ എഴുതുന്ന മിക്ക FIR-ഉം കള്ളമാണെന്ന് കോടതികൾക്ക് അറിയാം. എന്നാൽ പോലും ഇങ്ങനെയാണ് 100% ഉമ്മാര് കള്ളം എഴുതുന്നതെന്നുള്ളത് എനിക്ക് 3ാമത്തെ കേസെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിൽ പൂർണ്ണമായിട്ടും വ്യക്തമാക്കി കൊടുക്കണം. അതേപോലെ തന്നെ പോലീസുകാർ ഒരു റെക്കോർഡും ചെയ്തിട്ടോ, ജനങ്ങൾ ശ്രദ്ധിക്കുക. ശാസ്ത്രീയമായ തെളിവുകൾ എടുക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ 2 വർഷമാണ്. CDR പോലുള്ള തെളിവുകൾ 2 വർഷമാണ്. ഇനി പോലീസ് സ്റ്റേഷനിലെ CC ക്യാമറയിലെ ദൃശ്യങ്ങൾ എടുക്കാൻ പറ്റുന്ന സമയം 18 മാസമാണ്. അപ്പോൾ ഈ കള്ളക്കേസുകൾ എടുക്കുമ്പോൾ ഇവർ കേസ് ജയിക്കാൻ വേണ്ടി 2 വർഷത്തിന് ശേഷമാണ് കേസുകൾ കോടതിയിലേക്ക് വെക്കുള്ളൂ. കള്ളക്കേസുകളെല്ലാം 2 വർഷത്തിന് ശേഷം ഇവർ കോടതിയിലേക്ക് വെക്കുള്ളൂ. കാരണം ആ സമയത്ത് കള്ളസാക്ഷികളെ കയറ്റാം. കള്ളസാക്ഷികളെ കയറ്റാൻ എന്താ ഗുണം? നമുക്ക് CDR എടുക്കാൻ പറ്റില്ല, CCTV ദൃശ്യങ്ങളോ അങ്ങനെയുള്ള തെളിവുകളൊന്നും എടുക്കാൻ സാധിക്കില്ല. അപ്പൊ പോലീസുകാർ കള്ളക്കേസുകൾ 100% കള്ളക്കേസുകൾ എഴുതുന്ന കേസുകൾ ജയിക്കുന്നത് 2 വർഷത്തിന് ശേഷം കോടതിയിലേക്ക് കേസ് വെച്ചിട്ടാണ്. അത് കോടതികൾ ശ്രദ്ധിക്കുക. പോലീസുകാരെ ഒരു രീതിയിലും വിശ്വസിക്കാൻ കൊള്ളില്ല. അവര് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് എതിരേറ്റേക്കുന്ന 3 കേസും 100% കള്ളക്കേസുകളാണ്. എനിക്കത് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കേരള പോലീസിന്റെ വക 2024 കള്ളക്കേസ് ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ തെളിയിച്ചിട്ടുണ്ട്. ഇനി അത് ഒന്നുകൂടി വിശദമായിട്ട് നോർത്ത് പറവൂര് മജിസ്ട്രേറ്റ് കോടതിയിൽ എനിക്ക് തെളിയിക്കണം എന്ന് പറഞ്ഞാൽ തെളിയിക്കാനെന്നുള്ള തെളിയിച്ച് കഴിഞ്ഞതാണ്. പക്ഷെ കോടതിനെ ബോധ്യപ്പെടുത്തണം. പോലീസുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവരുടെ FIR പലതും 100% കള്ളമാണെന്നുള്ളത്, ചിലത് 70% കള്ളമാണെന്നുള്ളത്, ചിലത് 80% കള്ളങ്ങളാണ് FIR-കളിൽ എഴുതുന്നതെന്നുള്ളതും, വളരെ അപൂർവം കേസുകൾ മാത്രമാണ് സത്യസന്ധമായ കേസുകൾ ഉള്ളൂ എന്നുള്ളതും എൻ്റെ കേസിലൂടെ എനിക്ക് കോടതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം.